അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായി ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ഈ രാജ്യം ഏത് മതക്കാരനും ഏത് വിശ്വാസക്കാരനും മതമില്ലാത്തവനുമൊക്കെ ജീവിക്കാൻ യഥേഷ്ടം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു നാട്ടിലാണ്, ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. വിഷയം അതല്ല. വിഷയം പറയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഊന്നൽ നൽകാൻ കാരണം, നിരന്തരം മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള ജാതീയതയുടെ പേരിലോ പലപ്പോഴും നമ്മുടെ നാടിൻ്റെ ഉൾവശത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിത്തീരുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല, നമുക്കറിയുന്നൊരു കാര്യമാണ്. പക്ഷേ അവനവൻ്റെ മതത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഉള്ള മതം മറ്റേതെങ്കിലും മതത്തിലേക്ക് ചേക്കേറിയോ, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാനും നമ്മുടെ രാജ്യത്ത് ഒരു നിയമത്തിനും സാധ്യമല്ല. നിയമം അത് നമുക്ക് വകവച്ച ഒന്നൊരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ആദ്യം തുടങ്ങി വെച്ചതും അങ്ങനെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ മതത്തിൽപ്പെട്ടവർ തന്നെ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽപ്പെട്ട ഇനി മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവർ തന്നെ ആയാലും അവൻ്റെ മതം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വീകരിക്കുന്ന മതം അല്ലെങ്കിൽ മതമില്ലാത്തവനായിരിക്കും. വിട്ടുകഴിഞ്ഞാൽ പിന്നെ മുമ്പുണ്ടായിരുന്ന ആ ഒരു പ്രസ്ഥാനത്തെ പഴിപറയുക എന്ന് പറയുന്നത് തിന്ന ചോറിന് കൂറ് കാണിക്കാതിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. പലപ്പോഴും അങ്ങനെയാണ്. ഈ അടുത്തിടെ നമ്മുടെ ഹിന്ദു മത സഹോദരങ്ങൾ ആചരിച്ചു പോകുന്ന അല്ലെങ്കിൽ ബഹുമാനിച്ചു പോകുന്ന, വിശ്വസിച്ചു പോരുന്ന ഒരു ആരാധ്യ വസ്തുവായിട്ടൊക്കെ അവർ വളരെ റെസ്പെക്റ്റോടു കൂടി കണ്ടുപോകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, അതവരുടെ വിശ്വാസപരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർ ആരാധിക്കുന്ന ആരാധ്യ പുരുഷനാണ്. ഒരു മതത്തെയും പഴി പറയാനോ അല്ലെങ്കിൽ ഒരു മതത്തെയും ചീത്ത പറയാനോ, ആ മതത്തിൽ അവർ വിശ്വസിക്കുന്ന ആചാര്യ വടുക്കളെ അല്ലെങ്കിൽ ആചാര്യ ഗുരുക്കന്മാരെ പഴി പറയാനോ തെറി പറയാനോ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, പഠിപ്പിക്കുന്ന മതത്തിൻ്റെ വക്താക്കളാണ്. ഇസ്ലാം പ്രത്യേകിച്ച് അങ്ങനെയാണ്. പക്ഷെ അതേ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സഹോദരി, ഒരു സ്ത്രീ, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അതൊരു സാമ്പിളാണ്. കാരണം ജസ്ന സലീം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ജാമിദയെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പോലെ തന്നെ ഇത് മറ്റൊരു തരത്തിലാണ്. ജാമിദയും അതുപോലെ ആരിഫ് ഹുസൈനൊക്കെ മതമില്ലാത്തവൻ്റെ ഒരു നിഴലില്ലാത്തവൻ്റെ നിഴലായിക്കൊണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആർക്കോ വേണ്ടി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ജസ്ന സലീം എന്ന് പറയുന്ന ഈ സഹോദരി ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് തുടങ്ങി പിന്നെ അതിനെ നമ്മിലേക്ക് തന്നെ ആരോപിക്കുന്ന രീതിയിൽ, അതായത് ലോകത്തുള്ള മൊത്തം മുസ്ലിങ്ങളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൃഷ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വേദനിക്കുകയാണ്, എന്നെ മഹലിൽ നിന്ന് പുറത്താക്കി, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു വാക്കിലൂടെ അവിടെ വരുന്നത് അതൊക്കെ നമുക്ക് മുമ്പ് കഴിഞ്ഞ വിഷയങ്ങളാണ്. മറ്റുള്ളവർ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലെത്തും. ഈ എല്ലാ മതങ്ങളിൽ വിശ്വസിക്കാനും എല്ലാ മതത്തിൻ്റെ ആചാരം അവരൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഈ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ അടിച്ചിടുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കൈകടത്തുകയാണ് എന്ന രീതിയിലേക്ക് ഒരു വലിയ തെറ്റിദ്ധാരണയിലേക്ക് എത്തിക്കപ്പെടുന്ന രീതിയിലേക്ക് സംസാരങ്ങൾ വഴിമാറും. പക്ഷേ ഇവിടെ നല്ലവരായ ഈ ഒരു രാജ്യത്തിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന നല്ലവരായ ആൾക്കാർ എല്ലാത്തിലും ഉണ്ടാവും, അതെല്ലാ മതത്തിലും ഉണ്ടാവും. അതിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്. ഇവർ പറയുമ്പോഴേക്ക് അങ്ങനെ എല്ലാവരും കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കാരെടുക്കുന്ന പൊട്ടന്മാരല്ല
എന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ രീതിയിൽ പല അഭിപ്രായങ്ങളും പല വിഷയങ്ങളും ഉണ്ടാക്കി പിന്നെന്താ ഞാൻ മതം വിട്ടെന്നോ? മതം വിട്ട ആർക്ക് പോയി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ സ്വാതന്ത്ര്യം. ഈ മതം ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൻ്റെ പ്രിയാമ്പിളിൽ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തിൽ തുടങ്ങുന്നതിന് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. ഈ മതത്തിൻ്റെ ഉള്ളിൽ, ഈ ഇസ്ലാമിൻ്റെ ഉൾവശത്ത് ഒരാളെയും നിർബന്ധിത പരിവസ്ഥതയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഈ മതത്തിനില്ല എന്നാണ് ജഗന്യന്തമായ അള്ളാഹു പറഞ്ഞു വെച്ച് തുടങ്ങിയിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെ എന്തൊക്കെയോ തോന്നിയതുപോലെ പറഞ്ഞ് അവൾ ഇഷ്ടത്തിന് പോയി, കൃഷ്ണൻ്റെ ചിത്രം വരച്ചു. ആരും ഇന്നവരെ അതിനെക്കുറിച്ച് പറയാനോ പിടിക്കാനോ, പക്ഷെ അവരെപ്പോലും ചതിക്കുന്ന രീതിയിൽ, അവരുടെ വിശ്വാസത്തിന് പോലും മാനഭംഗപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുറിവേൽപ്പിക്കപ്പെടുന്ന രീതിയിൽ പലതും കാട്ടിക്കൂട്ടി. പിന്നെ എന്താണ്, ക്രിസ്തീയ മതത്തിലേക്ക് ചെന്നു. അങ്ങനെ തോന്നും പോലെ യോന്ത് നിറം മാറുന്ന പോലെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത് ഞാനത് പറയാൻ കാരണം, ഇതേ സ്ത്രീ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അത് വിഷ് ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷേ നമ്മൾ ആ പെരുന്നാളിൻ്റെ ആ പെരുന്നാൾ ആശംസ അർപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം, ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുന്നവരുടെയും അതല്ല കോമാളിത്തരം കാണിക്കുന്നതിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മതം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ സ്ത്രീ പിന്നെയും വന്നിട്ട് ഇതിനെ കുത്താൻ നിൽക്കുന്നത്? അവരവരെ മതം വിട്ട് കഴിഞ്ഞാൽ അവരവരെ പാട്ടിനങ്ങ് പോയേക്കണം. പിന്നെയും ഇതിലേക്ക് കയറി വന്ന് ഈ മതത്തിനെ ചൊറിയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഒരു പെരുന്നാൾ ആശംസ അർപ്പിക്കാൻ വേണ്ടി വരികയാണ്. അത് ചെറിയ പെരുന്നാളോ വലിയ പെരുന്നാളോ ഒന്നും ഇനിയും അറിയില്ല. അത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചു എന്ന് മാത്രം. അവർ ആ മതവുമായി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയിക്കോട്ടെ, ആരും പിന്നാലെ കൂടൂല. ഇത് പിന്നെയും വന്നിട്ട് ഈ ഇസ്ലാമിനെ അവഹേളിക്കുക, അല്ലെങ്കിൽ മതത്തിനെ അവഹേളിക്കുക, ആ മതത്തിൻ്റെ വിശ്വാസത്തെ അവഹേളിക്കുക. അവർ തന്നെ പറഞ്ഞു ഞാനിത് പുറത്തു പോയി പിന്നെ പോയ വഴിക്ക് അങ്ങ് പോയേക്കണം. പിന്നെയും വന്ന് ഈ മതത്തിനെ കരിവാരിത്തേക്കാൻ, ഈ ഒരു വിശ്വാസത്തെ അവഹേളിക്കാൻ എന്ത് അധികാരമുള്ളത്? അത് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കാണിക്കാം, ഒന്ന് കണ്ടുനോക്ക്. ഏതായാലും കണ്ടന്റ് ഇല്ലാതിരിക്കുന്ന കോയമാർക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ആശംസകൾ ഇൻ അഡ്വാൻസ് കേട്ടോ കോയമാരെ. അപ്പം ജസ്ന സലീം പറയാതിരിക്കാൻ വയ്യ കേട്ടല്ലോ കോയമാരെ. അപ്പോൾ അവഹേളിക്കാൻ ഒരു മനസ്സറിഞ്ഞിട്ടുള്ളൊരു പെരുന്നാൾ ആശംസയല്ല, മറിച്ച് പിന്നെയും വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കോയമാരെ എന്ന് വിളിച്ച് അവഹേളിച്ചു കൊണ്ടാണ് അത് പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ രാജ്യം അവനവൻ്റെ വിശ്വാസത്തിന് അനുസരിച്ച് പോവാം, ആർക്കും ഇവിടെ തടസ്സമില്ല. പക്ഷെ പോയിട്ട് പിന്നെയും ഇറങ്ങിപ്പോയ ആ വീട്ടിലേക്ക് തിരിച്ച് കല്ലെറിയുന്നൊരവസ്ഥ, ആ ഒരു രീതിയാണ് ഇവിടെ എടുത്തു വെക്കുന്നത്. ആരും ആട്ടി ഓടിച്ചതല്ല, തറവാട് വീട്ടിൽ നിന്നും സ്വന്തമായി പുറത്തേക്ക് മുറ്റത്തേക്ക് പോയി, എന്നിട്ട് തിരിച്ച് ആ തറവാട് മുറ്റത്തിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ അകത്തിലേക്ക് കല്ലെടുത്തെറിയുന്ന ചറ്റയായ ഒരു സ്വഭാവം, അല്ലെങ്കിൽ മാന്യതയ്ക്ക് ചേരാത്ത ഒരു പ്രവർത്തനം. അതുപോലെയാണ് ഈ സ്ത്രീയുടെ ഈ ഒരു പുലമ്പൽ കണ്ടപ്പോൾ, ഈ ഒരു പ്രഹസനം കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെയാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ സജന സലീമിനെ ആയാലും ഇതുപോലുള്ള ഏത് വ്യക്തികളായാലും അവരോട് പറയാനൊന്നേ ഉള്ളൂ, ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, പങ്കുകൊള്ളാം, അതിൻ്റെ വക്താക്കളാവാം, ആരും തടയാൻ പറ്റില്ല. അതിന് ഈ രാജ്യത്തിന് നിയമമുണ്ട്. പക്ഷേ പോയിക്കഴിഞ്ഞാൽ പിന്നെയും ഇതിനെ കരുവാരത്തേക്കുന്ന, ഇതിനെ കല്ലെറിയുന്നൊരവസ്ഥ, അത് അത്ര നല്ലതല്ല. അത് നിങ്ങളുടെ സംസ്കാരം തന്നെ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാൻ അതൊരു ഹേതുവായി തീരും. നിങ്ങൾക്ക് തന്നെ അതൊരു അടിയായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും എല്ലാ മതങ്ങളെയും അവരുടെ വിശ്വാസത്തെ വകവെച്ച് കൊടുക്കാൻ മാത്രമാണ് ഓരോ മതത്തിൻ്റെയും വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.